എറണാകുളത്തും CPIM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് മത്സരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്. രാവിലെ 10:30 സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 33,069 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 20 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 337 പേരും 41 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമടക്കം 378 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 10:30 സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിഭാഗീയത ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ VS പക്ഷവും ഔദ്യോഗിക പക്ഷവും തമ്മിലുള്ള രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് സമ്മേളനം വേദിയാകും. നെടുമ്പാശ്ശേരിയിൽ അനധികൃതമായി ഭൂമി നികത്തിയതിൽ S. ശർമ്മയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണമാവും പൊതുചർച്ചയിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ മുഖ്യ ആയുധം. അതേസമയം ഔദ്യോഗിക പക്ഷം ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കുന്ന CN മോഹനെ ലക്ഷ്യം വെച്ചാണ് VS പക്ഷത്തിന്റെ കരുനീക്കങ്ങൾ. CN മോഹനൻ കോടികൾ ചിലവിട്ട് പുതിയ വീട് നിർമ്മിച്ചതും ദേശാഭിമാനി മാനേജരായ മോഹനൻ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തിയെന്നതും പൊതുചർച്ചയിൽ VS പക്ഷം ഉന്നയിക്കും. സമ്മേളന പ്രതിനിധികളിൽ 18 പേരുടെ ഭൂരിപക്ഷം തങ്ങൾക്കുണ്ടെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 22 പേരുടെ ഭൂരിപക്ഷം തങ്ങൾക്കാണെന്നാണ് VS പക്ഷത്തിന്റെ അവകാശവാദം. പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സമ്മേളനം മത്സരത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. അതേസമയം ഔദ്യോഗിക പക്ഷം EP ജയരാജൻ വഴി ശർമ്മയുമായി സമവായ ചർച്ചകളും നടത്തിവരികയാണ്. സമ്മേളനം പൂർത്തിയാകുമ്പോൾ ഗ്രൂപ്പ് സമവാക്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.